ഹലോ ഗൈസ്. അപ്പോ ഞാൻ കണ്ടോ നമ്മുടെ ബീച്ചിൽ വന്നതാണ്. ഞങ്ങൾ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് ബീച്ച്. ഒരു 5 minutes വാക്ക് ഫ്രം മൈ ഹൗസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാൻ, അല്ലെങ്കിൽ കാം ഡൗൺ ആക്കാൻ. അപ്പൊ വരുന്ന സമയത്ത് ഞാൻ ചുമ്മാ റീൽസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ വർഷയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു വിത്ത് ധന്യ വർമ്മ. അപ്പൊ അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോസിന് ഇടാത്ത ഒരാളാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ആക്ച്വലി. അപ്പൊ അതിൽ പറയുണ്ടായിരുന്നു മലപ്പുറത്ത് ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ ഒരു ഡ്രസ്സിന് പോലും അവൾ കേൾക്കേണ്ടി വന്ന കാര്യങ്ങൾ, ഭയങ്കര ജഡ്ജ്മെന്റൽ ആൾക്കാര്, സ്ലട്ട് ഷെയിമിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഡ്രസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ താഴെ വന്ന കുറെ കമന്റ്സ്, നീ എന്ത് തള്ളാണ്, ഇങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണമെന്നൊക്കെ. അപ്പൊ ഐ വാണ്ടഡ് ടു അഡ്രസ് ഇറ്റ് ബിക്കോസ് ഐ ആം ഫ്രം മലപ്പുറം. ഐ ആം ദി സെയിം ഏജ് ഗ്രൂപ്പ് ആസ് ഹേർ. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അഡ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോ ഞാനൊരു 7th 8th പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ജീൻസ് വാങ്ങാനിടയായി. എനിക്ക് വാങ്ങിച്ചെന്താ മൈ പേരൻസ്. ഓക്കെ, ഞങ്ങളുടെ സ്കൂൾ പറഞ്ഞാൽ ഭയങ്കര റിലീജിയസ് സ്കൂളാണ്. അപ്പൊ അവിടെ നമുക്ക് ബർത്ത്ഡേക്ക് പോലും നമുക്ക് കളർ ഡ്രസ് അലൗഡ് അല്ല. അപ്പൊ ആ കളർ ഡ്രസ് ഇടാൻ പറ്റുന്നത് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗിന്റെ അന്നാണ്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ജീൻസ്, പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ടോപ്പ്, അതും ഒരു എബവ് നീലുള്ള ടോപ്പാണ് കേട്ടോ, ഭയങ്കര കുട്ടി ടോപ്പ് അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. കുട്ടി ടോപ്പ് ഇടുന്നവർക്ക് ഇടാം. ഞാൻ ഉദ്ദേശിച്ചത് സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ പിക്ചർ ഓഫ് ഇറ്റ്. ഓക്കെ, ഒരു പീകോക്ക് ആൻഡ് ബ്ലാക്ക് കളർ ആയിരുന്നു, 3/4 സ്ലീവ് ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. ഓക്കെ, പിന്നെ ഇതേപോലെ വർഷം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഒരുങ്ങണ ഒരു സ്വഭാവം ഉണ്ട്. അതായത് ഈ കഥകളിക്ക് ഇടുന്ന പോലെ നമ്മൾ ഐടെക്സ് ഐലൈനർ, നമ്മളെ ഗേൾസിന് എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ലെബല്ലോ, ബേബി ലിപ്സിന്റെ ലിപ് ബാം, പിന്നെ എന്താ പറയുക ഹിമാലയന്റെ ട്രാൻസ്പെറന്റ് എന്താ പറയുക ലിപ് ബാം, ഇതൊക്കെ നമ്മുടെ അന്നത്തെ കാലത്ത് വലിയ സംഭവങ്ങൾ. എനിക്ക് അങ്ങനെ ഒരുങ്ങണ കുറച്ച് ശീലം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ വേറൊരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് ഈ ഭയങ്കര റിലീജിയസ് സ്കൂളിലേക്ക് വന്നത്. അപ്പൊ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ശീലമില്ല, അല്ലെങ്കിൽ എന്താ പറയാ പൗഡർ ഇടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരായിരുന്നു. ഓക്കെ, സോ അതിന്റെ പേരിൽ എന്നെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. അപ്പൊ ഞാൻ അന്ന് അത്ര എക്സൈറ്റഡ് ആയി ഡ്രസ് ഇട്ട് പോയത് എനിക്ക് സ്റ്റിൽ റിമെമ്പർ. ഞാൻ സ്കൂൾ ബസ്സിലാണ് പോയിരുന്നത്. ബസ് കയറിയതും അവിടുത്തെ 2-3 ടീച്ചേഴ്സ് വന്നു അവിടുത്തെ സാറിനോട് പോയി പറഞ്ഞ എല്ലാവരും കൂടെ സ്കൂൾ എത്തണവരെ ഇടയ്ക്കിടയ്ക്ക് ഇന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ. എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. അപ്പൊ പിന്നെ വിറ്റ് എന്താന്ന് വെച്ചാൽ ഇതിന് ഹെഡ് ചെയ്യുന്ന കുറച്ച് കുട്ടികളെ എനിക്ക് അറിയാം. അവര് ഇവൾ അങ്ങനെ ഡ്രസ്സിങ് ഇങ്ങനെ ഡ്രസ്സിങ് പറഞ്ഞാൽ ഇന്ന് അവർ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഒരാൾക്ക് തട്ടല്ല, ഹാഫ് സ്ലീവ്, സ്ലീവ്ലെസ്. ഐ എം നോട്ട് ജഡ്ജിങ് ദം. എന്താ പറയാ ഒരു മറ്റേ ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ബട്ട് ആ സമയത്ത് അവർ ഇന്നെ പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോ ആൻഡ് നൗ ദ വേ ദേ ആർ, ദ ഐറണി അല്ലേ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമന്റ്സ് ഒക്കെ ഇട്ട ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ആർക്കും അത് ഉണ്ടായിട്ടില്ല എന്നല്ല. സോ ഇഫ് യു ഹാവ് നെവർ ബീൻ ഇൻ ദ ഷൂസ് ഓഫ് എ പേഴ്സൺ who had this experience, please don't comment. Okay, അത്രേ ഉള്ളൂ. ബൈ.